എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. എല്ലാ ദിവസവും ഓരോരോ ബിസിനസ് ഐഡിയകൾ. ഇപ്പോൾ ബൺമസ്കയും ചായ ആണല്ലോ, അതുപോലെ ചായക്കട, പിന്നെ എന്തൊക്കെയാണ്, ഹോട്ടൽ, പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന്. എന്നിട്ടാണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ഈ ട്രോളിൽ കാണുന്ന പോലെ ഒരുപാട് കൂട്ടുകാരന്മാരെ കാണുമ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ലാഭമാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാമല്ലേ, അങ്ങനത്തെ ഒരു സാധനം പറയും. എന്നിട്ട് അവസാനം എന്താ, ഈ ചായ പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ വലിയ ചിന്തിക്കുക പോലും ഇല്ല. ഇതേ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ കൂട്ടുകാരന്മാർ നമ്മളെ കാണുമ്പോൾ തന്നെ പറയും, ആ ഓൻ അടുത്ത വാഴ വെക്കുന്നുണ്ട്, അടുത്ത വാഴ വെക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം ഒരു ജീവിതം. എന്തൊക്കെയൊക്കെ ചെയ്യണം, പക്ഷെ എന്നാൽ ഒന്നും ചെയ്യില്ല. അതുപോലെ എന്തൊക്കെയോ പഠിച്ചു, എന്തിനാ പഠിച്ച് എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് നമ്മളെ പഠനത്തിൻ്റെ വിദ്യാഭ്യാസം. അത് പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം, നമ്മൾ കാണാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ ചാനലിലൂടെ ഒന്നും പറയില്ലേ, ഞാൻ എന്തൊക്കെയാണ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ പറയാം. ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പറയാം, അതുകൊണ്ട് വേറെ കാര്യമാണല്ലോ. പിന്നെ എനിക്ക് എൻ്റെ കംഫേർട്ട് സോണിൽ മാറണം. നമുക്ക് മടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് മാറണം. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് ഞാൻ തന്നെയാണ് ഈ സംസാരിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവണില്ല. എനിക്കൊക്കെ സംസാരിക്കാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വരൻ്റെ ലോകം. ഈ സ്വരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, എൻ്റെ ലോകം, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ എനിക്ക് ആൾക്കാരോട് പറയാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. സിനിമ, പാട്ട്, എന്ത് ആകും ഏത് എല്ലാം പറയാം. അങ്ങനെയാണ് ഞാൻ ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിന് വലിയ പ്രത്യേകിച്ചൊരു മൈക്ക് സെറ്റിങ്സ് ഒന്നുമില്ല കേട്ടോ. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഉള്ളത് വെച്ച് ചെയ്യാം. നമ്മൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ട് ചെയ്യാൻ വിചാരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കാണില്ല, നിങ്ങൾ ഉള്ളത് വെച്ച് ചെയ്യുക. ആ മോട്ടിവേഷനെ പുറത്ത് ചെയ്യുന്നത് കണ്ടാൽ മതി. അപ്പം നോക്കല്ലേ, എങ്ങനെ ഉണ്ടാവും നോക്കാം. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ എന്തായാലും കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി, അങ്ങനത്തെ ആ വൈബിലാണ് ഇപ്പം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പിന്നെയും കാണണം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോയി ഇങ്ങനെ കളിക്കാം. പക്ഷേ ചെറിയൊരു സന്തോഷം ഉണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അതിപ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു, ഇത്രയും കേട്ടിരുന്നതിന് താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.